കണ്ണൂരിൽ ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഒരാൾ പിടിയിൽ. ഇന്നലെ രാത്രി 10 മണിയോടെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് യാർഡിലേക്ക് മാറ്റുന്നതിനിടെയാണ് കല്ലേറുണ്ടായത്. സംഭവത്തിൽ ഏഴോം സ്വദേശി രൂപേഷിനെയാണ് RPF പിടികൂടിയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിലാണ് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഒരാൾ പിടിയിലാകുന്നത്. എക്സ്പ്രസ് തീവണ്ടി യാർഡിലേക്ക് മാറ്റുന്നതിനിടെ കല്ലേറ് നടത്തുകയായിരുന്നല്ലോ. ഏഴോം സ്വദേശി രൂപേഷിനെ RPF പിടികൂടിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ്, ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിന് യാത്രക്കാരെ ഇറക്കി കണ്ണൂർ സ്റ്റേഷനിൽ യാർഡിലേക്ക് മാറ്റുന്നതിനിടെയാണ് 3 വട്ടം കല്ലേറുണ്ടായത്. കല്ലെറിഞ്ഞ ഏഴോം സ്വദേശി രൂപേഷിനെയാണ് കണ്ണൂർ RPF പിടികൂടിയത്. മാത്രമല്ല, ഇത് കൂടാതെ ട്രാക്കിൽ കയറി അടികൂടിയതിന് മറ്റ് 2 പേർക്കെതിരെയും RPF രണ്ടുപേരെയും പിടികൂടിയിട്ടുണ്ട്. ഈ കല്ലേറിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രൂപേഷിനെ RPFന്റെ ഉദ്യോഗസ്ഥർ തന്നെയാണ് പുറകെ ഓടി പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഉടനെ തന്നെ കോടതിയിൽ ഇയാളെ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വിനോദ്, അത് ഇത്തരത്തിലൊരു കല്ലേറ് നടത്തുന്നതിനുണ്ടായ എന്താണ് അദ്ദേഹത്തിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ കല്ലേറ് നടത്തിയത് തുടങ്ങിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ മിഥുൻ പിള്ള? സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. എന്തിന്റെ പേരിലാണ് ഇയാൾ കല്ലേറ് നടത്താൻ ഇടയാക്കിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാൾ മദ്യപിച്ചിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇയാളെ ചോദ്യം ചെയ്തതിനു ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും കണ്ണൂരിലാണ് ട്രെയിനിന് നേരെ കല്ലെറിഞ്ഞ യുവാവിനെ, ഏഴോം സ്വദേശി രൂപേഷിനെ RPF കയ്യോടെ പിടികൂടിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.